ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആത്മീയ പോരാട്ടം എന്നുള്ളത് ദ യൂസ് ഓഫ് മൊബൈൽ. സ്വന്തം ഭാര്യ അറിയാത്ത കമ്മ്യൂണിക്കേഷൻസ്, സ്വന്തം ഭർത്താവ് അറിയാത്ത കമ്മ്യൂണിക്കേഷൻ, വാട്സാപ്പ്, IMO കോൾ, ഇപ്പോൾ ഒത്തിരി ഉണ്ട്, ടിക്ടോക്കോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പാസ്വേഡൊക്കെ ഇട്ട് അങ്ങ് ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഫോണെ തൊടുന്നത് ഹൃദയത്തെ കുത്തുന്നതല്ല പലർക്കും. എന്നെ തൊട്ടോ എന്നോട് സംസാരിച്ചോ ഇതത്തെ തൊടരുത്. അവിടെ പറ്റിപ്പോകുന്നത് യു ആർ എ ഡിഫീറ്റഡ് മാൻ. ആത്മീയ യുദ്ധത്തിൽ തോറ്റുപോയി. കാരണം സത്യമില്ല ആ ഇൻസ്ട്രുമെന്റിൽ. ആ ഇൻസ്ട്രുമെന്റ് കളവിന്റെ ഏജന്റാ. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഫോൺ വരുമ്പം പെട്ടെന്ന് ചില അപ്രത്യക്ഷമാകുന്നതാണ്. വീട്ടിൽ പിന്നെ കാണത്തില്ല. വല്ല റബ്ബറും തോട്ടത്തിലോ ടെറസിന്റെ മണ്ടയിലോ ആരാ വിളിച്ചത്? അതിപ്പം കുറച്ച് കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഒത്തിരി കാര്യങ്ങളുണ്ട്, പിന്നെ പറയാം. ഈ ഒത്തിരി കാര്യങ്ങളും പിന്നെയും ഓർത്തോണം. അപ്പോഴേ പോയി, തോറ്റുകൊണ്ടിരിക്കുന്നു, സത്യം ഇല്ലാതെയാകുന്നു. ഞാൻ ഇന്നത്തെ ജനറേഷന്റെ ഒരു ചലഞ്ചാണ് ഇവിടെ പറയുന്നത്. പല കുടുംബങ്ങളും തകരുന്നു ബിക്കോസ് there is no truth. ഭാര്യയും ഭർത്താവും തമ്മിൽ സത്യമില്ല. കളവ് പറയുന്നു, മുഖത്ത് നോക്കി കള്ളം പറയുന്നു. പക്ഷെ ആത്മീയരാ, പാടും, പ്രസംഗിക്കും, വേണമെങ്കിൽ സഹോദരി സമാജത്തിന് നല്ല പ്രബോധനം ചെയ്യും. പക്ഷെ സത്യമില്ല. ഇന്ന് പകൽ കർത്താവ് നമ്മളെ വിളിക്കുക, തിരിച്ചറിയുക, എനിമിയെ തിരിച്ചറി. എനിമി എന്ന് പറയുന്നത് ഈസ് ആഫ്റ്റർ ലൈസ്. പിശാച് എന്നുള്ളത് ഭോഷ്കാണ്, ഭോഷ്കിന്റെ അപ്പനാണ്. ഈ ഭോഷ്ക് ഒരു കുടുംബത്തിലേക്ക് കയറ്റി വിടുമ്പോൾ ഓർത്തോണം, that family is going to be destroyed. ഒരു ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ആണ് ലൈസിനുള്ളത്.